ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ ദിവസമായി നമ്മൾ ചിക്കൻ വെച്ചിട്ടുള്ള ഐറ്റംസ് ഇഫ്താറിന് കാണണം കേട്ടോ. അപ്പം നമ്മളുടെ ഓൾഡ് റെസിപ്പി ആയിട്ടുള്ള പരിപ്പ് വട ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഉമ്മയുടെ റെസിപ്പിയാണ്, എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. വീഡിയോയിലോട്ട് പോകാം. ഒരു ബൗളിലോട്ട് 1.5 കപ്പ് അളവിൽ കടലപ്പരിപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് ഒരു 2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രത്തിലോട്ട് തോരപ്പരിപ്പാണ് കേട്ടോ, നമ്മുടെ പരിപ്പ് കറിക്കൊക്കെ എടുക്കുന്ന തോരപ്പരിപ്പാണ്. അത് ഒരു 1/2 കപ്പ് ചേർത്തിട്ട് അതിൽ അല്പം വെള്ളം ചേർത്തിട്ട് അതും കുതിരാൻ വേണ്ടി മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു പരിപ്പ് കുതിരാൻ വെക്കുന്ന സമയത്ത് ഒരു 6 കപ്പൽ മുളക് കൂടി അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അത് പറയാൻ മറന്നുപോയി. ഇനി അതൊന്ന് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. ചെറിയ തരികളായിട്ട് മാത്രം അരിച്ചെടുക്കുക, ഒരുപാട് വലിയ വലിയ തരികളായിട്ട് അരിച്ചെടുക്കരുത് കേട്ടോ. അപ്പോൾ ഇത് ഇത്തിരി അത്യാവശ്യം വലിയ തരികളാണ്, ഞാൻ ഒന്നുകൂടി മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മുടെ ചെറിയ പരിപ്പും ഇതുപോലെ തന്നെ അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പരിപ്പ് ചേർത്ത് കൊടുക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, നമ്മുടെ പരിപ്പ് വട. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി അടിച്ചെടുത്തതെല്ലാം ഇതുപോലെ ഒരു ബൗളിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓണിയനാണ് കേട്ടോ വേണ്ടത്. അത് ഞാൻ ഒരു 1.5 ഓണിയന് കട്ട് ചെയ്തെടുത്താണ്, ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താണ്. അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിനുള്ള മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് മുളക് പൊടിയാണ് കേട്ടോ, ഒരു 1/2 ടീസ്പൂണാണ് ചേർത്തത്. നിങ്ങൾക്ക് കുറച്ചുകൂടി സ്പൈസി വേണമെങ്കിൽ കുറച്ചുകൂടി മുളകോ അല്ലെങ്കിൽ മുളക് പൊടിയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ പിന്നെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ നല്ലപോലെ കൈവച്ചിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പം മുളകും അത്യാവശ്യം നിറയെ തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കുട്ടികൾ കഴിക്കണതുകൊണ്ടാണ് കുറച്ചിട്ടുള്ളത്. നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് മുളക് പൊടിയും കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഈ ഒരു മിക്സിനെ നമുക്ക് ചെറിയ ചെറിയ ബോൾസായിട്ട് കയ്യിൽ എടുത്തതിന് ശേഷം ഇതുപോലെ പരത്തി കൊടുക്കാം. നല്ല കട്ടിയില്ലാതെ ഇതുപോലെ ചെയ്തെടുക്കുകയാണ് പറഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഒരുപാട് കട്ടിയാണെങ്കിൽ ഉള്ളു വേവില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ചെറുതായിട്ട് ഒരു കട്ടിയുമേ തന്നെ ഇത് ചെയ്തെടുക്കുക. ഇനി ചൂടായ എണ്ണയിലോട്ട് ഇത് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ട് ഓരോന്ന് ചേർത്തിട്ട് പതുക്കെ നമുക്ക് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മുകൾ ഭാഗം കരിഞ്ഞു പോകും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മളുടെ ഇവിടെ അടിപൊളിയായിട്ടുള്ള പരിപ്പ് വട റെസിപ്പി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അതുവരെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.